മാജിക്ക് മാത്രമല്ല, കുറച്ച് വെള്ളിത്തിരയിലേക്കൂടെ സാറ് ആയിട്ടൊന്ന് കിടന്നായിരുന്നില്ലേ? പക്ഷെ അറിയപ്പെടത്തക്കോണ്ടുള്ള വലിയ സംഭവമൊന്നും അല്ലായിരുന്നു. ഒരു റോള്, അതായത് ഭരതൻ എഫക്ട് എന്നൊരു ഫിലിമായിരുന്നു, ഭരതൻ എഫക്ട്. അതിൽ ഒരു മന്ത്രവാദി അല്ല, ഒരു മജിഷ്യൻ, തെരുവ് മാന്ത്രികൻ്റെ ആണ് പ്രധാന റോളത്. അപ്പോൾ ഈ തെരുവ് മാന്ത്രികൻ്റെ ഈ പ്രകടനം കണ്ടിട്ടാണ് ഒരു കൊച്ചുകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ മാറ്റം. അദ്ദേഹം സ്കൂളിൽ പോകുമ്പോഴാണ് ഈ തെരുവ് മാന്ത്രികൻ സ്ട്രീറ്റിൽ നിന്നിട്ട് ഈ മാജിക്ക് കാണിക്കുന്നത്. ചില ഈ ദണ്ടുകളൊക്കെ മുകളിലോട്ട് എറിയുന്നു, ഇങ്ങനെ തിരിഞ്ഞു പറയുക. അപ്പം ചിലത് പോയി അവിടെ പോയി എയറിൽ ഇങ്ങനെ നിൽക്കുന്നു, താഴേക്ക് വരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പവറാണ്. ഈ കുട്ടി ഇപ്പോഴും ഓർക്കുന്നത്, ഞാൻ ബുക്കൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുക. എല്ലാവരും കൈയടിച്ചു. പക്ഷേ അതിന് ശേഷം ഇവന് വീട്ടിൽ പോകുന്നു, അവന് ആരോടും മിണ്ടില്ല. ഇതെങ്ങനെയാണ് ആ രഹസ്യം, അത് പഠിക്കാനുള്ള ശ്രമമാണ്. ആ കുട്ടിയുടെ സ്വഭാവത്തിലുണ്ടാകുന്നൊരു മാറ്റമാണ് ത്രൂ ഔട്ട് ആ സിനിമയിൽ വരുന്നത്. അത് മധുമുട്ടം, അത് മണിച്ചിത്രത്താഴ് എഴുതിയ അദ്ദേഹത്തിൻ്റെ കഥയാണത്. അത് ഗംഭീര ഒരു കഥയായിരുന്നു. പക്ഷേ അത് മണിച്ചിത്രത്താഴ് പോലെ ഒന്നും അത് വിജയിച്ചില്ല, എന്തുകൊണ്ടോ. പക്ഷേ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ അറിഞ്ഞുള്ളൂ സാമ്രാജാണ് അത് അഭിനയിച്ചതെന്നുള്ളത്. കാരണം എൻ്റെ ഷേപ്പെല്ലാം ആകെ അങ്ങ് മാറ്റിയായിരുന്നു. തലയിൽ കുടുമിയൊക്കെ കിട്ടി. അവിടെ സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നു, ഇനി അടുത്തത് കറമ്പൻ കുറവൻ. അപ്പോൾ ദാറ്റ് മീൻസ് അത് ഞാനാ കറമ്പൻ കുറവൻ. അങ്ങനെയാണ് കറമ്പൻ കുറവനായിട്ടാണ് ഞാൻ വരുന്നത്. അദ്ദേഹമാണ് ഈ പഴയ തെരുവ് മാന്ത്രികനായിട്ട് ആക്ട് ചെയ്യുന്നത്. തുടർന്ന് താല്പര്യം, ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊക്കെ അത് വേറൊരു ഫീൽഡ്, അത് ഭാഗ്യവന്മാർക്ക് മാത്രം ഉള്ളൊരു ഫീൽഡല്ലേ. കാരണം എനിക്കറിയാം നിരവധി ആൾക്കാർ, അതായത് കഴിവുള്ള അഭിനേതാക്കളൊക്കെ വെളിയിൽ നിൽപ്പുണ്ട്. പക്ഷേ ചില ഭാഗ്യവന്മാർക്ക് മാത്രം വിധിക്കപ്പെട്ടാണത്. അതൊരു ദൈവം ദത്തമായിട്ടുള്ള ഒരു അനുഗ്രഹമാണത്. കാരണം ഇപ്പം തിലകൻ, നെടുമുടി വേണു, ഇവരെല്ലാം നാടകത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ അതാണ് എനിക്ക് പറയാം. ഒരു എക്സാമ്പിളാണ്. തിലകൻ നാടകത്തിൽ നിന്ന് ശോഭിച്ചു. അങ്ങനെ പി ജാനണിയാണ് അദ്ദേഹത്തിൻ്റെ അവസരം കൊടുക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. കെ ജി ജോർജിൻ്റെ പടത്തിലൂടെയൊക്കെ ഗംഭീരമായിട്ട് വന്നു. പക്ഷെ ഇദ്ദേഹം നാടകത്തിലായിരുന്നുകൊണ്ട് എത്ര പേര് അറിയുമായിരുന്നു. അന്നും തിലകൻ അത്രയും കഴിവ് തന്നെ ഉണ്ട്. സിനിമ വരുമ്പോൾ അല്ല കഴിവ് കൂടിയിട്ടൊന്നുമില്ല, പക്ഷെ പണ്ട് കഴിവുണ്ട്. പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ, അതായത് നാടകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. ഇദ്ദേഹം ലോകം അറിഞ്ഞ് മലയാളികളുടെ വലിയ ഇഷ്ടതാരമായി മാറിയതില്ല അല്ലേ. കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൊണ്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ ശോഭിക്കാൻ പറ്റും.